അതുകൊണ്ട് അടിപൊളി നല്ല പരിപ്പ് കറി അങ്ങോട്ട് റെഡിയായി. നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ. ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. ഇന്നൊരു പരിപ്പ് കറി വെക്കാൻ പോവാ സ്പെഷ്യൽ. അതിന് ഒരു ഉരുളൻകിഴങ്ങ്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഇന്ന് നമ്മളൊരു പരിപ്പ് കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 1/4 കപ്പ് സാധാ പരിപ്പാണ്. രണ്ട് പരിപ്പ് ഇട്ട് കൊടുത്ത് അളവിൽ തന്നെ നമുക്ക് മസൂർ ഡാലും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി എടുക്കാം. 2 സൈസ് പരിപ്പും കഴുകി പ്രഷർ കുക്കറിലാക്കി അതിനുശേഷം മറ്റ് ചേരുവകളും കൂടി ഇടാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ശേഷം ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളകും കൂടി അങ്ങ് ചേർത്ത് അതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ്, നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം ചേർക്കുമ്പോൾ അതായത് നമ്മൾ ചേർത്തേക്കുന്ന ഐറ്റംസ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി ആവശ്യത്തിന്. ചേരുവകളെല്ലാം ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവാം. നമ്മുടെ പരിപ്പൊക്കെ റെഡിയായി. നീ സ്വല്പം അലങ്കോല പണി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്പം കടുക് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി അരിഞ്ഞത് 2-3 എണ്ണം, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയാണ് നമ്മൾ ഇടുന്നത്. എല്ലാം കൂടി ഒന്ന് സ്വല്പം ഒന്ന് മൂത്ത് വരട്ടെ. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതും കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ചേരുവകളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പരിപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി എല്ലാ ചേരുവയും കൂടി ഒന്നാക്കി വെക്കണം. കണ്ടില്ല, അടിപൊളി ഡിഷാണ്. നമുക്ക് അതുകൊണ്ട് അടിപൊളി നല്ല പരിപ്പ് കറി അങ്ങോട്ട് റെഡിയായി. വെക്കാൻ ഈസിയാ, പക്ഷെ കഴിക്കാൻ നല്ല രുചിയാണ്. നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഏതിൻ്റെ കൂടെയും നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്ന ഒരു കറിയാണ്. ഈസി ആയിട്ട് വെക്കുകയും ചെയ്യാം. എന്തായാലും അല്പം ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ. ഇന്ന് ദോശയാണ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിക്കാനായിട്ട് എടുത്തേക്കുന്നത്. ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കണ്ട, നല്ല അടിപൊളി കറിയാണ്. നമ്മൾ ഒത്തിരി നാളായി ഒരു പരിപ്പ് കറി കഴിച്ചിട്ട്. കാരണം ഗോവയിലും ബാംഗ്ലൂരൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഇത് തന്നെ. അപ്പോൾ അത് പേടിച്ചാൽ ഇത്ര നാൾ വെക്കാമായിരുന്നു. പക്ഷേ രുചിയൊക്കെ ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഇന്ന് അത് വെച്ച് ദോശയുടെ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആ പഴയ രുചി എന്തായാലും ഒരിക്കൽ കൂടി ഓർക്കാൻ പറ്റും. നല്ല അടിപൊളി കറിയാണ്. എല്ലാം കൊണ്ടും ഈസിയായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.